നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. നാട്ടിൽ ആഡംബരത്തിൽ താമസിക്കുന്ന ആൾക്ക് മോഷ്ടിക്കേണ്ട കാര്യം എന്താണ്? പോരാത്തതിന് വിദേശത്ത് ലക്ഷങ്ങൾ ശമ്പളമുള്ള നഴ്സായ ഭാര്യയും, കൂടാതെ മക്കളെല്ലാം നല്ല വിദ്യാഭ്യാസം നേടി നല്ല നിലയിൽ. നാട്ടിലാണെങ്കിലോ ആരും കൊതിക്കുന്ന രീതിയിൽ ഒരു കൊട്ടാരം പോലെയുള്ള വീടും. ആരും റിജു ആന്റണി എന്ന് പറയുന്ന ഈ കള്ളനിലേക്ക് അല്ലെങ്കിൽ മോഷ്ടാവ് എന്ന നിലയിലേക്ക് ആദ്യം സംശയിക്കില്ലെന്നാണ് കരുതിയത്. എന്നാൽ കേരള പോലീസിന്റെ തന്ത്രങ്ങളിൽ റിജോയുടെ അമിത ആത്മവിശ്വാസം പാളുകയായിരുന്നു. കിട്ടിയ നേരിയ തുമ്പിൽ നിന്നും പിടിച്ചു കയറിയ പോലീസ് സമർത്ഥമായി തന്നെ മോഷ്ടാവിലേക്ക് എത്തുകയായിരുന്നു. പക്ഷെ 3 ദിവസത്തോളമാണ് പ്രതി പോലീസിനെ അടക്കം വട്ടം കറക്കിയത്. ഏതായാലും കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് പ്രതി പിടിയിലാകുന്നത്. ഇപ്പോൾ പ്രതിയുടെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഈ ഒരു മോഷണം നടക്കുന്നതിന് 2-3 ദിവസം മുമ്പ് പ്രതി റിജു ആന്റണി ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോനോ പള്ളിയിലെ അമ്പു തിരുനാൾ ആഘോഷത്തിനിടെ പ്രവാസി അമ്പിൽ നൃത്തം ചെയ്യുന്ന വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ആ മോഷണത്തിനുള്ള എല്ലാ പ്ലാനിങ്ങും കൃത്യമായി ആസൂത്രണം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പെരുന്നാളിൽ ആർത്തുല്ലസിച്ച് അവിടെ ഡാൻസ് ചെയ്യുന്ന റിജു ആന്റണിയുടെ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബുധനാഴ്ച രാത്രിയായിരുന്നു ഈ ഒരു ആഘോഷം നടക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞാണ് റിജു ബാങ്കിൽ കവർച്ച നടത്തിയത്. അതായത് ഈ ഒരു കവർച്ച നടത്താൻ വെറും മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്നതിന് മുൻപാണ് ഇത്തരത്തിൽ റിജോ തന്റെ സുഹൃത്തുക്കൾക്കൊപ്പമായിരിക്കാം പെരുന്നാളിൽ അടിച്ചു തിമിർക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം തന്നെ ആ വീഡിയോയിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും, വളരെ ആഘോഷത്തോടെ അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇത്രയും വലിയൊരു മോഷണം പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ യാതൊരു വിധത്തിലുള്ള ഭാവ വ്യത്യാസങ്ങളൊന്നും തന്നെ പ്രതിയുടെ മുഖത്ത് കാണാനില്ലായിരുന്നു. വളരെ ആർത്തുല്ലസിച്ച് ആ പെരുന്നാൾ പോകുന്ന അതിന്റെ ഘോഷയാത്രയോടൊപ്പം തന്നെ നൃത്തം ചെയ്യുന്ന റിജോയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പെരുന്നാളിന് പോയപ്പോഴാണ് സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് സംഘടിപ്പിച്ചത്. കേസിൽ പ്രതിയുമായി ഇന്ന് തെളിവെടുപ്പ് നടക്കും. പ്രതി ഉപയോഗിച്ചത് തന്റെ വാഹനം തന്നെയാണ്, പക്ഷേ നമ്പർ പ്ലേറ്റ് വ്യാജമായിരുന്നു. ഇന്ന് ബാങ്കിൽ ഉൾപ്പെടെയാണ് എത്തിച്ച് തെളിവെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. വൻ ആസൂത്രണത്തിന് ശേഷമാണ് റിജോ ഈ ഒരു കവർച്ച നടത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്ലാനിംഗ് എല്ലാം തന്നെ റിജോ ഒറ്റയ്ക്കായിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിച്ചില്ല. കവർച്ചയ്ക്ക് ശേഷം CCTVയിൽ പതിഞ്ഞ വസ്ത്രം വീട്ടിലിട്ട് കത്തിച്ചു. മുൻപും കവർച്ചയ്ക്ക് ശ്രമം നടത്തിയിരുന്നു. ആദ്യ ശ്രമത്തിൽ ബാങ്കിന് മുന്നിൽ പോലീസ് വാഹനം കണ്ട് പിന്മാറുകയായിരുന്നു. അതായത് ഇതിനു മുൻപും ഈ ഒരു പെരുന്നാളിന് മുൻപും ഈ ഒരു മോഷണം നടത്താനായിട്ടായിരുന്നു ശ്രമിച്ചിരുന്നത്. പക്ഷേ അന്ന് ഈ പറയുന്ന പോലെ പല തടസ്സങ്ങൾ കാരണമായിരുന്നു അന്ന് റിജോ മോഷണം നടത്താതെ തിരിച്ചുപോയത്. ബാങ്കിൽ പട്ടാപ്പകൽ വെറും കത്തി മാത്രം ഉപയോഗിച്ച് കൊള്ളയടിക്കാൻ പ്രതി റിജോ ആന്റണി നടത്തിയത് വൻ ആസൂത്രണമാണെന്നാണ് പ്രതി പിടിയിലാകുന്നതോടെ പോലീസ് അടക്കം പറയുന്നത്. ആഴ്ചകൾക്ക് മുമ്പേ ഇതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. ശരീരം മുഴുവൻ മൂടുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാനും വാഹനം തിരിച്ചറിയാതിരിക്കാനും മുൻകരുതൽ എടുത്തതിനും പുറമെ മറ്റു നിരവധി കാര്യങ്ങളും ഇയാൾ ശ്രദ്ധിച്ചിരുന്നു. അതായത് പോലീസ് എത്താത്ത വഴികളിലൂടെ എല്ലാം തന്നെ സഞ്ചരിക്കാനുള്ള കൃത്യമായൊരു റൂട്ട് മാപ്പ് റിജോ തയ്യാറാക്കിയിരുന്നു. ഫെഡറൽ ബാങ്ക് പോട്ട ശാഖയിൽ പ്രതി മോഷണം നടത്തിയത് 2ാം ശ്രമത്തിലാണ്. ബാങ്ക് കൊള്ളയ്ക്ക് 4 ദിവസം മുമ്പാണ് റിജോ ആദ്യ ശ്രമം നടത്താൻ ഒരുങ്ങിയത്. നിരീക്ഷണത്തിന് ഒരു സൈറ്റ് വിസിറ്റും ബാങ്കിനടുത്ത് നടത്തിയിരുന്നു. പക്ഷെ അന്ന് ഈ ബാങ്കിനടുത്ത് എത്തുമ്പോൾ അവിടെ ഒരു പോലീസ് ജീപ്പ് കണ്ടതോടെ ആ ഒരു ശ്രമം ഉപേക്ഷിച്ച് തിരിച്ചു പോവുകയായിരുന്നു. മോഷണം നടത്തുന്നതിന് 4 ദിവസം മുമ്പായിരുന്നു അന്ന് ബാങ്കിലെത്തിയത്. അന്ന് കാലാവധി കഴിഞ്ഞ ഒരു ATM കാർഡ് ആയിട്ടാണ് വന്നത്. ഈ കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കാനാകില്ലെന്ന് പരാതി പറയാനെന്ന വ്യാജേനയാണ് അവിടെ എത്തി ചുറ്റുപാടുകളെല്ലാം നിരീക്ഷിച്ചു. ആളുകൾ ഏറ്റവും കുറച്ചുണ്ടാകുന്ന സമയവും നിരീക്ഷിച്ചു. ബാങ്കിന് തൊട്ടടുത്ത പോട്ടപ്പള്ളിയിൽ 2ാം വെള്ളിയാഴ്ചയും 3ാം വെള്ളിയാഴ്ചയും കുർബാന ഇല്ല എന്നതും കണക്കിലെടുത്തു. വസ്ത്രം മാറിയും വാഹനത്തിന് ചെറിയ രൂപമാറ്റങ്ങൾ വരുത്തിയും റിജോ മോഷണശേഷം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കവർച്ചയ്ക്ക് തൊട്ട് മുമ്പോ ശേഷമോ ഇയാൾ മൊബൈൽ ഫോണും ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ പ്രതി ധരിച്ച ഷൂസ് മാറ്റിയിരുന്നില്ല. ഈ സൂചന വഴിയാണ് പോലീസ് ഇയാളിലേക്ക് എത്തിയത്. മോഷണത്തിന് ശേഷം ബാങ്കിന് തൊട്ടടുത്തുള്ള വീട്ടിലാണ് പ്രതി പണവുമായി കഴിഞ്ഞിരുന്നത്. സംഭവ ദിവസം ധരിച്ച ജാക്കറ്റ് ഇയാൾ കത്തിച്ചു കളഞ്ഞിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ ബാങ്കിന്റെ പ്രവർത്തനം നിരീക്ഷിച്ച ശേഷമാണ് കവർച്ച നടത്താൻ ഉച്ചസമയം തന്നെ പ്രതി തെരഞ്ഞെടുത്തത്. ജീവനക്കാർ പുറത്തു പോകുന്ന സമയവും മറ്റും കൃത്യമായി മനസ്സിലാക്കിയാണ് പ്രതി മോഷണം ആസൂത്രണം ചെയ്തത്. നാട്ടിൽ ആഡംബര ജീവിതം നയിച്ചു വന്ന റിജോയിലേക്ക് ഒരിക്കലും ആരുടെയും സംശയം നീണ്ടു നിന്നിരുന്നില്ല. എപ്പോഴും തമാശകൾ പറഞ്ഞും അയൽക്കാരുമായി കൂട്ടുകൂടിയും സമയം ചിലവഴിച്ചിരുന്നു. കവർച്ചയെക്കുറിച്ച് അയൽക്കാർ ചർച്ച ചെയ്യുമ്പോൾ അതിലും റിജോ സജീവമായി പങ്കെടുത്തു എന്നുള്ളതാണ് മറ്റൊരു അത്ഭുതം. ഇയാളുടെ വീട്ടിൽ നടത്തിയ കുടുംബയോഗത്തിലും പ്രതി ഇതേക്കുറിച്ച് ചർച്ച നടത്തി. അവൻ ഏതെങ്കിലും കാട്ടിൽ ഒളിച്ചിരിപ്പുണ്ടാകും, ആരാണ് ഈ പറയുന്നത്, കള്ളനാണ് ഈ പറയുന്നത് എന്നായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള പ്രതികരണം. പ്രതിക്ക് വേണ്ടി പോലീസ് നാടാകെ പരക്കം പായുമ്പോൾ അതിന്റെ വാർത്തകൾ വീട്ടിലിരുന്ന് മൊബൈൽ ഫോണിൽ കാണുകയായിരുന്നു റിജു ആന്റണി ചെയ്തിരുന്നത്.
പറയുന്നത്. ചെറിയ തെളിവുകൾ പോലും ശേഷിപ്പിക്കാതെ നടത്തിയ കവർച്ചയിൽ താൻ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് അത്രയ്ക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു റിജോയ്ക്ക്. തന്റെ ഈ ഒരു കൊട്ടാരത്തിലേക്ക് പോലീസ് ആരും എത്തില്ല എന്നൊരു ആത്മവിശ്വാസമായിരുന്നു പാളിയത്. മങ്കി ക്യാപ്പും അതിനു മുകളിൽ വെച്ച ഹെൽമറ്റും തന്റെ മുഖം കൃത്യമായി മറയ്ക്കുമെന്ന് കരുതി. ഇടയ്ക്ക് വഴിയിൽ വസ്ത്രങ്ങൾ മാറുമ്പോൾ പോലും ഹെൽമറ്റ് മാറ്റിയില്ല. ബാഗിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള വീട്ടിലേക്ക് ഉൾ റോഡുകളിലൂടെ മാറി മാറിയാണ് സഞ്ചരിച്ചത്. ഗ്ലൗസ് ധരിച്ചിരുന്നതിനാൽ വിരലടയാളം ലഭിക്കില്ലെന്ന് വിശ്വസിച്ചു. യാത്രയ്ക്ക് മുമ്പേ നീക്കം ചെയ്ത സ്കൂട്ടറിന്റെ കണ്ണാടി ഇടയ്ക്ക് തിരികെ പിടിപ്പിച്ചും ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ നോക്കി. ഇന്ന് ഏതായാലും ആശാരിപ്പാറയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പള്ളിയുടെ എതിർവശത്തെ ബാങ്കാണ് കവർച്ചയ്ക്ക് സെലക്ട് ചെയ്തത്. ചാലക്കുടി മെയിൻ ശാഖയിലാണ് തന്റെ അക്കൗണ്ടെങ്കിലും പല കാര്യത്തിനായി പോട്ടാ ശാഖയിൽ പലപ്പോഴും വന്നുപോയിരുന്നു. കവർച്ച നടത്തുമ്പോൾ ബാങ്കിൽ 45 ലക്ഷത്തോളം രൂപയുണ്ടായിരുന്നിട്ടും 15 ലക്ഷം രൂപ മാത്രമാണ് പ്രതി എടുത്തത്. ഇതും പോലീസിന്റെ അന്വേഷണത്തിൽ നിർണായകമായിരുന്നു. പെട്ടെന്ന് 3 നോട്ടുകെട്ടുകൾ കണ്ടപ്പോൾ അത് എടുക്കുകയായിരുന്നു പ്രതി. ബാങ്കിലുള്ളവർ പോലീസിനെ ഫോൺ ചെയ്യുമെന്ന് കരുതിയ കൈ കിട്ടിയ പണവുമായി പ്രതി പുറത്തിറങ്ങുകയായിരുന്നു. അതിനാൽ 15 ലക്ഷം രൂപ മാത്രമേ റിജോയ്ക്ക് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. ബാങ്കിലെത്തി 3 മിനിറ്റ് കൊണ്ടാണ് ഇയാൾ മോഷണം പൂർത്തിയാക്കിയത്. 47 ലക്ഷം രൂപയിൽ 15 ലക്ഷം രൂപ മാത്രമേ എടുത്തിരുന്നുള്ളൂ. ബാക്കി തുകയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ എടുത്തില്ല. മോഷണത്തിനായി വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ 3 ഇടത്ത് നിന്ന് വസ്ത്രം മാറുമ്പോഴും CCTV ക്യാമറ ഇല്ലെന്ന് ഉറപ്പാക്കി. ഗ്ലൗസ് വരെ മാറ്റുകയും ചെയ്തു. മോഷണത്തിന് ശേഷം ഇടറോഡുകളിലെയും റോഡ് മാറിയുമെല്ലാം സഞ്ചരിച്ച് പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിച്ചു. കൂടാതെ മോഷണ സമയത്ത് ഹിന്ദിയാണ് ഇയാൾ സംസാരിച്ചതും. പിടിയിലാകില്ലെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു പ്രതി. മോഷണ സംബന്ധിച്ച വാർത്തകളെല്ലാം ഫോണിലൂടെ ഇയാൾ അറിയുന്നുണ്ടായിരുന്നു. അതുവരെ വീട് വിട്ട് എവിടെയും പോയിരുന്നില്ല. പോലീസ് തേടിയെത്തിയപ്പോഴും പ്രതിക്ക് അത് വലിയ ആഘാതമായി. പ്രതിബന്ധങ്ങളെല്ലാം തട്ടിമാറ്റി പ്രതിയിലേക്ക് എത്താനായതും പോലീസിന് വൻ നേട്ടമായി. മോഷണ മുതലിൽ നിന്ന് 2,94,000 രൂപ അന്നനാട് സ്വദേശിക്ക് കടം വീട്ടാൻ നൽകിയിരുന്നു. ഇതിൽ 2,29,000 രൂപ ഈ പറയുന്ന സ്വദേശി മോഷണ വിവരം പുറത്തു വന്നതോടുകൂടി തിരികെ ആ പണം സ്റ്റേഷനിൽ എത്തിച്ചു. TV വാർത്ത കണ്ടാണ് സ്വദേശി പ്രതി റിജു ആണെന്ന് മനസ്സിലാക്കിയത്. തുടർന്നാണ് പണം ഹാജരാക്കിയത്. പോലീസ് വന്നപ്പോൾ ആദ്യം റിജു ആന്റണി പരിങ്ങിയെന്നും പിന്നീട് എല്ലാം ഏറ്റുപറഞ്ഞെന്നാണ് നഗരസഭാ കൗൺസിലർ ജിജി ജോൺസൺ അടക്കം പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ റിജോയുടെ വീട്ടിൽ കുടുംബ സമ്മേളനം വെച്ചപ്പോഴെല്ലാം തന്നെ ഈ വിഷയം സംസാരിച്ചിരുന്നെന്നും റിജു അതിൽ വലിയ രീതിയിൽ തന്റെ അഭിപ്രായം പറയുകയും ചെയ്തിരുന്നു എന്നൊക്കെ ജിജി പറയുന്നുണ്ട്. ഏതായാലും ഒരു നാട് മുഴുവൻ ഞെട്ടലാണ്. തങ്ങളുടെ ഒപ്പം സാധാരണക്കാരനെ പോലെ ചിരിച്ചു കളിച്ചിരുന്ന പ്രതിയാണ് 3 ദിവസത്തോളം കേരളം ചർച്ച ചെയ്ത അല്ലെങ്കിൽ കേരള പോലീസ് തേടിക്കൊണ്ടിരുന്ന പ്രതി എന്ന വിശ്വസിക്കാനാവാതെയാണ് നാട്ടുകാരും ബന്ധുക്കളും എല്ലാം തന്നെ ഇപ്പോഴുള്ളത്.